ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി കിടിലം ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക, ഞാൻ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്കിതൊന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതാ ബീഫൊക്കെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ, വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, സ്കിപ്പായി പോയതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നാക്കി കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ. പിന്നെ ചിലവർ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും കേട്ടോ വേവിക്കുമ്പോൾ, ബീഫൊന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ ഞാനതൊന്നും ചേർത്തില്ല, നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഇത് നന്നാക്കി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. നമുക്ക് നമ്മൾ എടുക്കുന്ന അരിക്ക് എത്ര ഉപ്പ് വേണമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ 1/2 കിലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, അത്ര മതി നമുക്ക്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൈസസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ, നിങ്ങൾക്ക് എത്ര വേണ്ട ആവശ്യത്തിന്, വലിയ കണക്കൊന്നും ഞാൻ പറയണില്ല. പിന്നെ അതൊക്കെ ഒന്ന്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിയിട്ട് നന്നായി ഇളക്കി വേണ്ട മൂടിയൊക്കെ കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അരി ഒട്ടിപ്പൊടിക്കാതെ വെക്കാനാണ്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് അരിയും വെന്ത് വന്നു. അപ്പോൾ നമ്മളിത് ഊറ്റി കൊട്ടയിലേക്കൊന്ന് ഊറ്റി, അപ്പോൾ ഒരു 90% വേവാണ് കേട്ടോ അതിന് ആവശ്യം. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബീഫും വെന്തോ റൈസും വെന്തോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ വെന്ത ബീഫുണ്ടല്ലോ ആ ബീഫിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 വിസിലും കൂടി അടുപ്പിക്കുക. കുക്കറിലിട്ട് കണ്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചാൽ പിന്നെ മസാല ഒന്ന് വെന്തിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ, എളുപ്പമുള്ള ഒരു ബീഫ് ബിരിയാണി കേട്ടോ. അപ്പോൾ അതാ നമ്മളിനിപ്പോൾ മസാല ആക്കാൻ വേണ്ടി അതാ കുക്കറിൽ വിസിലടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാ സ്പൈസസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ബിരിയാണി മസാല, കുരുമുളക് പൊടി, പിന്നെ സ്പൈസസ് അങ്ങനത്തെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫും മസാലയൊക്കെ വെന്ത് വന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഈ മസാല ഉണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്യുക. സ്പൈസസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, പൊടിവർഗ്ഗങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പിന്നെ നെയ്യിലേക്ക് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കും കേട്ടോ. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയിട്ട്. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1/2 കിലോന് റൈസൊക്കെ എത്ര എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ സ്പൈസസൊക്കെ കണ്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല കണ്ട് റെഡിയായി കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ തൈരും കണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പും പൊതിനി അതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ നമ്മൾ മസാല റെഡിയായി മക്കളെ. ഇനിയാണ് നമുക്ക് റൈസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ റൈസും അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. എത്ര ഉള്ളും പണി അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ മേലെ കുറച്ചും കൂടി മല്ലിച്ചപ്പും പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഒഴിക്കാനുള്ളത് നെയ്യാണ്, മിൽമൻ്റെ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് അത് ബിരിയാണിക്ക്. അപ്പോൾ അതാണ്ട് ഒഴിച്ച് കൊടുത്ത് അവിടെ അടച്ച് വെക്കുക. ഇത്ര ഉള്ളും പണി. എന്നിട്ട് അങ്ങോട്ട് ദമ്മിട്ട് കൊടുക്കുക. ദമ്മിടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം നമ്മൾ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നതിനാണ് ദമ്മ്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചാൽ ചൂട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയായി, അടിപൊളി ബിരിയാണി ഇതാണ്ട. നമ്മൾ ഇതൊന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ ബിരിയാണി. അപ്പോൾ അധികം മസാലയൊന്നും ഇല്ല എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ബിരിയാണീൻ്റെ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ അത്രക്കുള്ളും ബായ്, അസ്സലാമു അലൈക്കും.